18 രാജ്യങ്ങൾ എഴുതി. ഇസ്രായേൽ, പാലസ്തീൻ, ഈജിപ്ത്, ദുബായ്, വത്തിക്കാൻ, സ്വിറ്റ്സർലൻഡ്, വിയറ്റ്നാം, കംബോഡിയ, ഇപ്പൊ ലാസ്റ്റ് പോയത്. അതിന് മുമ്പ് ഇന്തോനേഷ്യ, അതിന് മുമ്പ് UK, തായ്ലൻഡ്. ഇങ്ങനെ ഈജിപ്തിൽ ചെന്നപ്പോ അവിടുത്തെ ഗൈഡ് പറഞ്ഞ് നമ്മൾ സൂക്ഷിക്കണം കേട്ടാ, അവിടെ കളവ് കൂടുതലുണ്ട് കേട്ടാന്ന് പറയും. പ്രയാസം വിയറ്റ്നാം, കംബോഡിയ പോയപ്പോഴാ. അവര് സന്തോഷിക്കാവുന്ന സ്ഥലമല്ല അത്. എപ്പോഴും ഫാമിലി ആയിട്ടാണോ പോവാറ്, അതോ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടോ? ഒറ്റക്കില്ല, ഇത് ഞാനും ഭാര്യ ഞങ്ങൾ ഒരുമിച്ചുള്ള പരിപാടികൾ. 2017 പള്ളിയിൽ നിന്ന് വിശുദ്ധമട്ടിയിൽ പോയി. അത് തുടക്കം. 24 മണിക്കൂറും പണിയെടുപ്പാണല്ല, അതിന് ഒരു മോചനം. ഞാനും സ്വപ്നത്തിൽ കാണാത്തതാണ്, പക്ഷെ എല്ലാം സംഭവം യുഗ കടം മേടിച്ച് പോകരുത്, അത് പിള്ളേർക്ക് ബാധ്യതയാവും. ഉള്ള ജീവിതം കയ്യിൽ കാശുണ്ടെങ്കിൽ എൻജോയ് ചെയ്യുക. ഒരു ഗൂഗിൾ പേ പോലും ഇല്ലാത്ത ഒരു കട ഇന്ന് കാണാൻ പറ്റില്ല, പക്ഷെ ആൾക്കാർ സ്റ്റൈലിൽ പോയാൽ മതി. പുള്ളി സാധാരണ നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് വെക്കുന്നത് അതുപോലത്തെ ഭക്ഷണം തരുള്ളൂ. 7 വർഷം കൊണ്ട് 18 രാജ്യങ്ങളാണ് ജോസഫേട്ടൻ ഈ ഒരു ചെറിയ ചായക്കട നടത്തി സന്ദർശിച്ചിട്ടുള്ളത്. 100 വർഷമുള്ള ഈ ചായക്കട ജോസഫേട്ടൻ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയിട്ട് 41 വർഷത്തോളമായി. ഓരോ യാത്രകളും മനസ്സിന് നൽകുന്ന സന്തോഷം അത് വേറെ തന്നെയാണ്. അതിൽ അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ ഇതുപോലെ വ്യത്യസ്തമായ ആളുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും സ്റ്റോറികൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് DM ചെയ്യാവുന്നതാണ്.